അവിടെ വടകരയിൽ ഷാഫി പറമ്പുണ്ടാക്കിയിട്ടുള്ള ഒരു കരാറുണ്ടായിരുന്നു. എന്നെ ഇവിടെ ജയിപ്പിക്കാൻ BJP-ക്കാർ വോട്ട് തന്നാൽ പാലക്കാട് ബൈ-ഇലക്ഷൻ വരും. ശൈലജ ടീച്ചറെ ജയിപ്പിച്ചാൽ മട്ടന്നൂർ ബൈ-ഇലക്ഷൻ വന്നാൽ അങ്ങക്ക് ഒരു രക്ഷയില്ല അവിടെ. അതേസമയത്ത് പാലക്കാട് കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. അവിടെ ശ്രീധരനായിരുന്നു മത്സരിക്കുന്നത്. മെട്രോമാൻ മത്സരിച്ചപ്പോ കുറെ നിഷ്പക്ഷ വോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാൻ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ടാവുക. പക്ഷേ ഇത്തവണ അവിടെ ബൈ-ഇലക്ഷൻ വന്നാൽ അവിടെ BJP-യെ സഹായിക്കാമെന്ന് പറഞ്ഞ് BJP-ക്കാരുടെ വോട്ട് വാങ്ങി. എന്റെ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടുപോയ ഒരു പെൺകുട്ടി വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അവിടെ ആ കുടുംബം RSS-കാരുടേതാണ്, അവള് നമുക്കേ വോട്ട് ചെയ്യും, പക്ഷേ കുടുംബത്തിൽ കലഹം ഉണ്ടാണ്ടിരിക്കാൻ നിങ്ങൾക്ക് ചെയ്യാന്ന് പറയും. അവിടെ വന്നിട്ട് RSS പ്രവർത്തകർ പറഞ്ഞു, ഇത്തവണ നമ്മൾ ഷാഫി പറമ്പിലിനെ വോട്ട് ചെയ്യേണ്ടത്. അപ്പൊ അവള് പറഞ്ഞു, അല്ല നമ്മള് പ്രഫുൽ കൃഷ്ണയല്ലേ നമ്മുടെ സ്ഥാനാർത്ഥി, പിന്നെങ്ങനെ? അതാണ് നിന്നോട്ടെ, അതുകൊണ്ട് സാരമില്ല, ഇയാൾക്ക് വോട്ട് ചെയ്യണം. വോട്ട് വിറ്റതാണ്. മുഴുവൻ BJP വോട്ട് മുക്കാൻ പറ്റില്ല, കാരണം പറഞ്ഞാലും കൂട്ടാക്കില്ല ചിലര്. എന്നാ ഒരു ബൾക്ക് വോട്ട് കൊടുക്കാൻ പറ്റും. അത് വിറ്റ് ശീലമുള്ള സ്ഥലമാണ് അവിടെ. അപ്പോ അന്ന് കൊടുത്ത വാഗ്ദാനം പാലക്കാട് നിങ്ങളെ സഹായിക്കാമെന്ന്. പക്ഷെ പാലക്കാട് ഇപ്പോ എന്താ നടക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് അവിടെ ഒറ്റ പ്രതിജ്ഞയാണ് LDF-നെ തോൽപ്പിക്കണം. BJP-യുടെ ഈ ഭീകരത അവസാനിപ്പിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അതിനെങ്ങനെയാണ് സാധിക്കുക എന്നാണ് നമ്മൾ പരിശോധിച്ചത്. പക്ഷേ അതിന്റെ അർത്ഥം കോൺഗ്രസ് വന്നാൽ എല്ലാം ശരിയാകും എന്നുള്ളതല്ല. 47 മുതൽ കോൺഗ്രസ് 4/3 ഭൂരിപക്ഷത്തിന് ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട്. ഇത്ര വികൃതമായിരുന്നു കോൺഗ്രസിന്റെ നയം. എന്തുകൊണ്ടാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോ സമ്പൂർണ്ണ ഭൂപരിഷ്കരണം നടത്താതിരുന്നത്? എന്തുകൊണ്ടാണ് സോവിയറ്റ് റഷ്യയിൽ അന്ന് ചെയ്തതുപോലെ ഇന്ത്യയിലെ തരിശു നിലങ്ങളെല്ലാം കൃഷി ചെയ്ത് മുഴുവൻ ഇന്ത്യക്കാർക്കും ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ശ്രമിക്കാതിരുന്നത്? അവര് വന്നിട്ട് അത് ചെയ്തില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത് 1920-ലാണ്. റഷ്യ കാണാൻ ചെന്ന ചിലർ അവിടെ വെച്ച് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി. തിരിച്ചിവിടെ വരുമ്പോൾ അവരെല്ലാം പിടിച്ച് ജയിലിലടച്ചു, ചിലരെ തൂക്കിക്കൊന്നു. പക്ഷെ തോറ്റു കൊടുത്തില്ല. ഇന്ത്യയിലെ ഈ പാവപ്പെട്ട കൃഷിക്കാർക്ക്, പട്ടിണി കിടക്കുന്നവർക്ക് ഒരു സ്വാതന്ത്ര്യത്തിന്റെ വായു ആശ്വസിക്കണമെങ്കിൽ, ശുദ്ധവായു കിട്ടണമെങ്കിൽ ഇടതുപക്ഷം വളരണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇന്ത്യയുടെ നാനാഭാഗത്തും കൃഷിക്കാരുടെ സംഘടനയൊക്കെ ഉണ്ടായത്. വലിയ സമരങ്ങൾ നടന്നു. ഇവിടെ ജന്മിത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടം, ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി, തെലങ്കാന സമരം, ബംഗാളിലെ തേഭാഗ സമരം, എത്രയാളെ വെടിവെച്ച് കൊന്നു കളഞ്ഞത്. ഈ കടത്തി കൊണ്ടുപോകുന്ന നെല്ലിൻ്റെ അകത്ത് ഒരു കോങ്ങ കഞ്ഞി കുടിക്കാൻ തരണം തമ്പുരാനെ എന്ന് പറഞ്ഞതിനല്ലേ തില്ലങ്കേരിയിലെ പാടത്തിന്റെ വരമ്പത്ത് ജാഥ നടത്തുന്ന പാവപ്പെട്ടവർ ഒരായുധം അവരുടെ കയ്യിലില്ല, ഒരു വടിയുടെ മേലെ കെട്ടിയ ചോന്ന കൊടിയല്ലാതെ വെടിവെച്ചിട്ട് കൊന്നില്ലേ? ഞങ്ങളുടെ കുട്ടികൾ പട്ടിണിയാണ്, ഇത് മുഴുവൻ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞതിനല്ലേ നമ്മുടെ പ്രിയപ്പെട്ട കയ്യൂരെ 4 ചെറുപ്പക്കാരെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കുമരത്തിലേറ്റിയത്? അതൊക്കെ നാടിനു വേണ്ടി നടത്തിയ പോരാട്ടമല്ലേ? ആ പാവപ്പെട്ട മനുഷ്യര് സഹിച്ച ത്യാഗത്തിന്റെ ഫലമായിട്ടാണ് 57 ഇടതുപക്ഷ ഗവൺമെന്റ് വന്നത്. 1920 നമ്മുടെ സ്ഥാപിത വർഷമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. എന്നാൽ ആ പാർട്ടിയെ നിരോധിച്ചു, അതിനെ വല്ലാതെ ദ്രോഹിച്ചു. അതിന് അന്നത്തെ കോൺഗ്രസ്സുകാരും കൂട്ടുനിന്നു. BJP-യുടെ ഇവിടെ കോൺഗ്രസിന്റെ ബ്രിട്ടീഷുകാരുടെ മലബാർ സ്പെഷ്യൽ പോലീസ് കമ്മ്യൂണിസ്റ്റുകാരെയാണ് അടിച്ചമർത്താൻ ശ്രമിച്ചത്. MSP എന്തൊരു താണ്ഡവമാണ് ഇവിടെ സ്വാതന്ത്ര്യത്തിന് മുൻപ് MSP കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് നടത്തിയത്. അവരുടെ അടിയും ഇടിയും ഒക്കെ കൊണ്ട് പാർട്ടിയുടെ നിരോധനവും ഒക്കെ സഹിച്ച് 1939 ആകുമ്പോ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ AKG-യും EMS-ഉം കൃഷ്ണപിള്ളയും എല്ലാം ചേർന്നിട്ട് പറഞ്ഞു, ഈ പാവങ്ങളുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചേ മതിയാവുകയുള്ളൂ, അതിനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണം. അതുകൊണ്ട് പിണറായിയിലെ പാറപ്പുറത്ത് യോഗം ചേർന്ന് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരസ്യ പ്രവർത്തനം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും അവിടുത്തെ ചുമരിലെല്ലാം എഴുതി വെച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്. പക്ഷെ വീണ്ടും പഴയ പീഡനം തന്നെ. നേതാക്കളെയെല്ലാം അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലടക്കുന്നു. എന്ത് വലിയ ത്യാഗമാണ് നമ്മൾ സഹിച്ചത്. പക്ഷെ 1957 ഇവിടെ കേരള സംസ്ഥാനം 56 രൂപം കൊണ്ടതിന് ശേഷം ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനത്ത് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നപ്പോ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജയിപ്പിച്ചു. എന്താ കാരണം? കോരനും കുഞ്ഞിരാമനും അബ്ദുറഹിമാനും അഗസ്റ്റിയും ഒക്കെ ആഗ്രഹിച്ചു, മുറ്റത്ത് താൻ കുഴിച്ചു വെച്ച വാഴയുടെ കുല വെട്ടാൻ തനക്ക് അധികാരം വേണം, ഇതെന്റെ മണ്ണാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു. അവർ വന്നാൽ ഈ മണ്ണിന്റെ മേലെയുള്ള അധികാരം കിട്ടും, തമ്പുരാക്കന്മാരിത് വെട്ടിക്കൊണ്ടുപോകുന്നത് ഇല്ലാതാകും. ചത്താൽ ഏതെങ്കിലും പുഴയിൽ, ഇരിക്കൂർ പുഴയിൽ അവിടെയെല്ലാം ഉള്ളവര് കൊണ്ടുപോയി ഒഴുക്കി ശവം അറബിക്കടലിലേക്ക് പോകുന്ന അവസ്ഥയെ കുഴിച്ചിടാൻ ഒരിടമില്ല. കാരണം എല്ലാ ഭൂമിയും തമ്പുരാൻ്റെതാണ്. അപ്പൊ മരിച്ചാൽ അടക്കുക എന്നുള്ളത് മനുഷ്യ സ്നേഹത്തിന്റെ പരമമായിട്ടുള്ള ഒരു വസ്തുതയാണ്. മരിച്ചാൽ അടക്കാൻ കഴിയാത്ത പാവങ്ങളെ കുറിച്ച് സങ്കല്പിക്കാൻ പറ്റുമോ നമുക്കിന്ന്?
ആ പാവങ്ങൾ പുഴയിലോ കടലിലോ കൊണ്ടുപോയി മൃതദേഹം തള്ളേണ്ടി വരുന്ന താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള പാവങ്ങൾ വിശ്വസിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നാൽ ഒരുപക്ഷെ മരിച്ചാൽ മുന്നിലുള്ള മണ്ണ് മാന്തി അവിടെ കുഴിച്ചു വെക്കാൻ പറ്റും അപ്പനെയും അമ്മയെയും. അതുകൊണ്ട് അവർ വോട്ട് ചെയ്തു. 57 തെരഞ്ഞെടുപ്പിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നു. ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല, ഇവിടെ ഒരുപാട് ആളുകൾ പ്രസംഗിക്കാനുണ്ട്. പഴയ ചരിത്രം മാത്രം പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ സമ്മേളനത്തിന്റെ നാളുകളിലെങ്കിലും അത് ഓർക്കണം നമ്മൾ. അവിടെ മയ്യിൽ ഒരു ഭാഗത്ത് അന്ന് പാർട്ടി നേതൃത്വത്തിൽ ഒരു പൊതുയോഗം വെച്ച് അവിടെ പ്രസംഗിക്കാൻ വേണ്ടി പാർട്ടി നേതാക്കൾ ചെന്നപ്പോ അന്ന് KPRന്റെ പ്രസംഗം നടക്കുന്നു. അവിടെ ആ പ്രസംഗം നടക്കുമ്പോൾ അതിനെ തല്ലിപ്പിരിക്കാൻ വലിയ മുട്ടം വടിയായിട്ട് ഇല്ലത്തെ കാര്യസ്ഥൻ ആളുകളെ വിട്ടു, ഗുണ്ടകളെ വന്ന് പതിയിരുന്ന് പ്രസംഗം കേൾക്കുകയാണ്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നത് നമ്മുടെ കുരുമുളക് പറിച്ചു കൊണ്ടുവരുന്നു, സമ്മതിക്കാൻ പറ്റില്ല, നമ്മുടെ മുറ്റത്തെ കുരുമുളക് നമ്മൾ പറിക്കും, നമുക്കതിന്റെ കാശ് കിട്ടണം എന്ന്. അന്നും ബ്രിട്ടീഷുകാരുടെ ചില കോടതികളൊക്കെ ഉണ്ടായിരുന്നു. കോടതിയിൽ നിന്ന് എപ്പോഴും നല്ല വിധിയൊന്നും കിട്ടില്ല കൃഷിക്കാരന് അനുകൂലമായിട്ട്. അപൂർവം ചിലപ്പോൾ വിധി കിട്ടിയിട്ടുണ്ട് കോടതിയിൽ പോയപ്പോ. അപ്പോ അന്ന് പ്രസംഗം നടക്കുമ്പോ തല്ലണം എന്നാണ്. പക്ഷെ തല്ലാൻ വന്ന ഗുണ്ട പതുങ്ങിയിരുന്നപ്പോ ഈ പ്രസംഗിക്കുന്നത് ഈ കാര്യങ്ങളാണ്, നമ്മൾ പട്ടിണിയിലാണ്, എല്ലാം ജന്മി മൂട്ടിച്ചു കൊണ്ടുപോകുന്നു. അപ്പൊ തല്ലാൻ വന്നിട്ടുള്ള ആളും കൂടി പറഞ്ഞു, അല്ല ഇത് എന്റെയും കൂടി അവസ്ഥയാണ്, എന്റെ കുരുമുളക് കഴിഞ്ഞ ദിവസം പറിച്ചോണ്ടേ കളഞ്ഞേട്ടാ, ഞാനും ഇതിൽ പെട്ട ആളാണ്, ഇയാള് പറയും നമുക്കൊന്ന് കേൾക്കാന്ന് പറഞ്ഞ് താഴേക്ക് ഇറങ്ങി ഇരിക്കാൻ നോക്കുമ്പോ നമ്മുടെ സൈക്കിള് വിചാരിച്ചു അടിക്കാൻ വന്നവരല്ലേ, അടിച്ചാലോ അങ്ങോട്ട്. അപ്പൊ KPR പറഞ്ഞു അടിക്കണ്ട, അയാൾ പ്രസംഗം കേൾക്കല്ലേ, അവിടെ ഇരുന്ന് കേൾക്കട്ടെ. തേച്ചും കേട്ടപ്പോ പറഞ്ഞു ഇനി ഞാനും ഇവരെ കൂടെ ചേർന്നാൽ, നിങ്ങളെ കൂടെ ചേർന്നാൽ എന്റെ കുരുമുളക് കിട്ടുമെന്ന് ചോദിച്ചു. ആ കേസിൽ കേസ് കൊടുത്തു. ഭാഗ്യത്തിന് അയാളെ കുരുമുളക് തിരിച്ചു കൊടുക്കാൻ വിധിയായി എന്ന് നമ്മുടെ പാർട്ടിയുടെ ചരിത്രം പറയുന്നു. എല്ലാറ്റിലും അങ്ങനെ വിധിയാവില്ല, കിട്ടുമെന്നില്ല, തിരിച്ചു കിട്ടില്ല. പക്ഷെ ഭാഗ്യത്തിന് അദ്ദേഹത്തിന്റെ അത് കിട്ടി. അദ്ദേഹം ആ ഗുണ്ട പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിട്ട് മാറി എന്നാണ്. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായിട്ട് വന്നത്. 57 ഗവൺമെന്റ് വന്നപ്പോ EMS ആദ്യം ചെയ്തത്, ആ ഗവൺമെന്റ് ചെയ്തത് ഒരു 5-6 ദിവസം ആകുമ്പോഴേക്കും ഒരു നിയമം കൊണ്ടുവരലാണ്. ബില്ലായി അസംബ്ലിയിലൊക്കെ വരാൻ താമസിക്കും. അതുകൊണ്ട് ഒരു ഓർഡിനൻസ് ഇറക്കി. എന്താണ് ആ ഓർഡിനൻസ്? സ്റ്റേ ഓഫ് എവിക്ഷൻ ഓർഡിനൻസ്, അല്ലെ? കുടിയൊഴിപ്പിക്കൽ റദ്ദാക്കുന്ന നിയമം. കുടിയൊഴിപ്പിക്കൽ റദ്ദാക്കുന്ന നിയമം പാസ്സായപ്പോ എന്തോ ഒരു സന്തോഷം. ഇന്ന് പറഞ്ഞ ആ സന്തോഷം ഒന്നും അനുഭവിക്കാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാം വീട്ടിന്റെ രേഖ പെട്ടിയിലുണ്ട്, അല്ലെ? 2 സെന്റെങ്കിൽ 2 സെന്റ്, 5 സെന്റെങ്കിൽ 5 സെന്റ്, 1/2 ഏക്കറെങ്കിൽ 1/2 ഏക്കർ. ആ രേഖ നമ്മളെ പെട്ടിയിലുണ്ട്. പിന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ വേണ്ടി കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആടി ഉണ്ടാവും, ബാങ്കിലായിരിക്കും ചിലരത് ഉണ്ടാവുക, നമ്മളെ കയ്യിലല്ല. പക്ഷെ അത് നമ്മുടേതാണ്. എന്നാൽ 57 മണ്ണിന് അവകാശമില്ലാത്ത മനുഷ്യരോട് പറയുന്നു ഒറ്റ ഒരുത്തനും വന്നിട്ട് കുടിയൊഴിപ്പിക്കില്ല എന്ന്. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കണ്ണു നിറഞ്ഞ് സ്നേഹിച്ചു, സന്തോഷത്തോടുകൂടി. ഹാവോ, നമ്മൾ കഷ്ടപ്പെട്ടതിന് പാർട്ടി ഒരു പരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നല്ലോ. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളുടെ എണ്ണം കൂടിയത് കേരളത്തിൽ. എന്നാൽ അതിനെ എതിർക്കാൻ എല്ലാവരും അനുകൂലിക്കലല്ല, അതിനെ എതിർക്കാനും പരാജയപ്പെടുത്താനും കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു ഇവിടെ. അതിനോടെല്ലാം മല്ലിട്ടുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളുടെ പാർട്ടിയായിട്ട് മാറിയത്. പിന്നീട് അത് കുടികിടപ്പ് അവകാശമായി. 1960-കളാകുമ്പോഴേക്കും ഭൂപരിഷ്കരണമായി. കാർഷിക വിപ്ലവത്തിന്റെ തുടക്കം കുറിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ജനാധിപത്യ വിപ്ലവത്തിലേക്ക് പോകാനുള്ള ചില ആരംഭങ്ങൾ കുറിക്കാൻ നമുക്ക് സാധിച്ചു. എന്തേ ഇന്ത്യ ഗവൺമെന്റ് അത് ചെയ്തില്ല? ഇന്ത്യയിൽ അധികാരത്തിൽ കിട്ടിയിട്ട് ഇന്നലത്തെ ഹിന്ദു പത്രത്തിൽ ഞാൻ വായിച്ചു, അല്ല ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ, മഹാരാഷ്ട്രയിൽ അവിടെ മുമ്പ് 84-ൽ ഒരു പ്രോജക്റ്റ്, ഒരു തുറമുഖ പ്രോജക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി ആളുകളെ കൂട്ടത്തോടെ കുടിയൊഴിപ്പിച്ചു. ഇന്നത്തെ ഹിന്ദുവിലുണ്ട് ലേഖനം. അതിനകത്ത് ആ പാവങ്ങൾ, ഒരു വലിയ ഗ്രാമം, ഒരു സാധാരണ ഗ്രാമം, അവർക്ക് അവിടെ വേറെ ഒന്നുമില്ല, പക്ഷെ അത്യാവശ്യം ഒരു കുഞ്ഞു മൺകട്ട വീടൊക്കെ എടുത്തു വെച്ച് ഭംഗിയായിട്ട് അവിടെ ഇഷ്ടം പോലെ മീൻ പിടിക്കാനുണ്ട്, മീനൊക്കെ പിടിച്ചുകൊണ്ടൊന്ന് വിൽക്കാനും കുറച്ച് കാടൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയി കാട്ടുവിഭവങ്ങളൊക്കെ ശേഖരിക്കാനും, കാട്ടിൽ ഇഷ്ടം പോലെ പച്ചമരുന്നുണ്ടായിരുന്നു. ആ പച്ചമരുന്ന് ശേഖരിച്ചു കൊണ്ടുവന്ന് വിറ്റിട്ട് ജീവിക്കുന്ന കുറെ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ഒരുമാതിരി സമാധാനത്തോടെ, വലിയ ഹാഷ് പോഷൊന്നും അല്ലെങ്കിലും ജീവിച്ചു പോരുന്ന മനുഷ്യരെ 84-ൽ ഒരു തുറമുഖ പ്രോജക്റ്റിന് വേണ്ടി കൂട്ടത്തോടെ കുടിയിറക്കി. അപ്പോ എന്താ കൊടുത്തത്? കോമ്പൻസേഷൻ കൊടുത്തു. 84 കഴിഞ്ഞിട്ട് വർഷം എത്രയായിടും, ഇന്നും കോമ്പൻസേഷൻ കിട്ടിയിട്ടില്ല. അന്ന് ചെറിയ ഒറ്റമുറി ടെന്റ് എടുത്തു നിന്ന കുടുംബത്തിൽ ആളുകൾ പെറ്റുപെരുകി വലിയ കുടുംബമായിട്ട് മാറി. ആ ഒറ്റ മുറിയിലാണ് എല്ലാവരും. അപ്പോ അപ്പുറത്തെ സ്ഥലം ഇല്ലാഞ്ഞിട്ട് അതിന്റെ